ദില്ലിയിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ മൗനം പാലിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിലപാട് വ്യക്തമാക്കാൻ വേദിയൊരുക്കി കത്തോലിക്ക സഭ. ചാവറയച്ചന്റെയും യൂപ്രാസ്യമയുടെയും വിശുദ്ധ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ 17-ന് ദില്ലി വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുക. അക്രമങ്ങളിൽ മോദി മൗനം വെടിയണമെന്നും ആം ആദ്മി സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്നും സഭ വ്യക്തമാക്കി. ദില്ലിയിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 5 ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോഴും ആക്രമണത്തെ അപലപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. ഇത് ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ദോഷം ചെയ്തുവെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് കത്തോലിക്ക സഭ മോഡിക്ക് വേദിയൊരുക്കുന്നത്. ചാവറയച്ചനെയും യൂപ്രാസ്യമയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ മോഡി സമ്മതിച്ചതായി ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര അറിയിച്ചു. മോഡി ന്യൂനപക്ഷ വിരുദ്ധനാണെന്ന് കരുതുന്നില്ല. എന്നാൽ ദേവാലയങ്ങൾക്കെതിരായ ആക്രമണത്തിൽ മൗനം വെടിയണം. പരസ്യമായിട്ട് ഇതേവരെ അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഒരുപക്ഷെ അന്നത്തെ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മൗനം ലംഘിക്കാനുള്ളൊരു അവസരമായിരിക്കാം. പള്ളികൾ ആക്രമിക്കപ്പെട്ടതിനെ പറ്റിയുള്ള അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിൽ സഭ അതൃപ്തി അറിയിച്ചു. കത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും സീറോ മലബാർ സഭയും സന്യാസ സമൂഹങ്ങളും സംയുക്തമായാണ് മോഡി പങ്കെടുക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി നജ്മ ഹെപ്തുള്ളയും ചടങ്ങിനെത്തും. റിപ്പോർട്ടർ, ദില്ലി.